കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശിനി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വീടിന് സമീപത്തെ സമുദായ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അസാധാരണ സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ജനങ്ങളാകെയും സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും പ്രതിഷേധവുമായി സംഘടിച്ചിട്ടുണ്ട്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പ് ഉപരോധിച്ചു. വെടിവെക്കൂല എന്നുള്ളവർ 2-3 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് കൂട്ടുകയറ്റം, മയക്കുവെടി വെക്കാം, ലാസ്റ്റ് ഒന്നും നടന്നില്ലെങ്കിൽ വെടിവെക്കാം എന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇങ്ങനെയാണ് സംഭവം വരിക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. പൊട്ടിച്ച് കടുവ ഓടിപ്പോലെ ചെയ്യുക. ഇത് സംഘം അവര് കണ്ടുകൊണ്ടാണ് ഇവരെ പടക്കം പൊട്ടിച്ചത്. പിന്നെ എപ്പോഴെങ്കിലും സാധ്യതയുണ്ട്. ഈ രാത്രി സാർ നമുക്കൊന്ന് പുറത്തിറങ്ങി പിന്നെ ബാത്റൂം പോകണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10 മണിക്കായിരിക്കും ബാത്റൂം പോവാ. പുറത്തിറങ്ങി ഈ പേടിക്കൊണ്ട് നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ഫെൻസിംഗിലാണ് ഇട്ടിട്ടുണ്ട്, അത് കറണ്ടും ഇല്ല. കളക്ടർ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനാണ് കളക്ടർ. ഈ സമയം വരെ ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ കളക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇന്നലെ ആ സമയത്താണ് വന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന് ബോഡി കൊണ്ട് ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. എന്നിട്ട് ഇന്ന് ഈ സമയം വരെ അവർ വന്നിട്ടില്ല. സബ് കളക്ടർ ഇതിന്റെ MD-യാ. പുള്ളിക്കാരൻ ഈ പ്രദേശത്തേക്ക് എത്തിയില്ല. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ അവരുടെ അവ്യക്തത മാറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ കാര്യങ്ങൾക്കും ഞങ്ങൾക്കില്ല. ഈ നരഭോജനത്തിൽപ്പെട്ട കടുവയാണോ, ഇതിന് കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കുമോ, ഇതുമായിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ അവർക്ക് ഈ നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ ഒരു 5 ക്ലോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിനവർ കൊല്ലില്ല. അതിനുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇവർ പടക്കം പൊട്ടിച്ചിട്ട് എന്തിനാ ഈ പടക്കം പൊട്ടിക്കേണ്ട ആവശ്യത്തിന്? ആനയൊക്കെയാണ് നമ്മൾ ഓടിക്കാൻ വേണ്ടി പടക്കം, ഇതിനെന്തിനാ പൊട്ടിക്കുന്നത്? ഇതിന് ഓടിക്കാൻ വേണ്ടിയിട്ടാ? അപ്പൊ ഇതിനവർ കൊല്ലില്ല, പ്രശ്നം മാത്രമാക്കുന്നതാണ്. ഇപ്പം അതിനെതിരെയുള്ള പ്രതിഷേധം മാത്രമേ ഉള്ളൂ. വനം മന്ത്രി ഒരു കാര്യം പറഞ്ഞു, എന്താ കാടിനകത്ത് വെച്ചിട്ടാണ് ഇവരെ അവർക്ക് ആര് കൊടുത്തു? ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഇവരെ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ശ്രമത്തെ ഞങ്ങൾ തടുക്കും. ഒപ്പം ഇവര് എന്താ പറയാ സൂട്ടഡ് സൈറ്റ് എന്നുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ള ആ ഓർഡറിൽ നിന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വ്യക്തമായ കാര്യമാണ്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, രാധ ഈ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ കടുവയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കടുവയെ പിടികൂടാനുള്ള നടപടികളുടെ കാര്യത്തിൽ പോലും ചില അനിശ്ചിതത്വമുണ്ട്. അതായത് കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇന്നലെ വനം മന്ത്രി പറഞ്ഞത് ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലുമെന്നാണ്. ഒടുവിൽ മന്ത്രിയുടെ വാക്കൊക്കെ പാഴ്വാക്കാകുന്ന സാഹചര്യം. ജനങ്ങൾ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണോ അനീഷ്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകൾ പ്രതിയാണ്. പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും. ഇവരതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ എന്താ പറയാ, ഈ ഒരു അസാധാരണമായ സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഒരു ആദിവാസി സ്ത്രീ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെ തുടരുന്നു. വലിയ പ്രതിഷേധം ആളിക്കെത്തുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് മന്ത്രി പറഞ്ഞിട്ടും ഇതുവരെയും അക്കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. മന്ത്രിയുടെ ആ വാക്ക്, അതായത് മന്ത്രിയുടെ പരാമർശത്തിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കടുവയെ പിടികൂടിയ മാത്രം പോരാ, കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പ് നാട്ടുകാർ ഉപരോധിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും നിലനിൽക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ടോം, വലിയ പ്രതിഷേധം തന്നെ നിലനിൽക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമരസ്ഥലത്ത്, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പടിക്കുന്ന ക്യാമ്പിന് തൊട്ട് മുൻവശത്ത് പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നതാണ്. ആദിവാസി സ്ത്രീകൾ അടക്കമുള്ള ഈ വനമേഖലയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ആ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നത്. നേരത്തെ നിരവധി ആളുകൾ, നാട്ടുകാരടക്കം ഉണ്ടായിരുന്നെങ്കിലും അവർ അവിടുന്ന് പിന്മാറുകയും ഈ ഏറ്റവും കൂടുതൽ ഈ വന്യജീവി ആക്രമണം പ്രശ്നമായി മാറുന്ന ആളുകളെ മാത്രം അണിനിരത്തി മറ്റ് സമരത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ട്. 3 മണിയോട് കൂടി സബ് കളക്ടർ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമരക്കാരുമായി ഒരു ചർച്ച നടത്തും. അതിനുശേഷം അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ, അതായത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുന്നില്ലെങ്കിൽ ആ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് എന്തായാലും ഈ അമ്മമാരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം? ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഞങ്ങളെ പ്രിയദർശിനി ഏരിയയിലാണ് ഇവരെ കൊണ്ട് പുലി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരെല്ലാം നുള്ളി എടുത്തിട്ടാണ് നമ്മളെ ജീവിതം നമ്മളെ കഴിയുന്നത്. അത് 1 മാസം 2 മാസം കൂടുമ്പോ ആ ശമ്പളം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവിടെ കട വാങ്ങി ഇവിടെ കട വാങ്ങി അങ്ങനെയാണ് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത്. എന്നിട്ട് ഈ ഏരിയയിൽ കൊണ്ടുവിട്ട് ഇനി വേറെ എവിടെയും കൊണ്ടുവിടട്ടെ, നമ്മളെ ഏരിയയിൽ വേണ്ട. 2-3 മല പൊട്ടി വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നിട്ട് അതിന് തീരുമാനം MP ഇല്ല, കളക്ടറും ഇല്ല. പണ്ടൊക്കെ ലക്ഷക്കണക്കിൽ MP-മാരും കളക്ടർമാരും ഉണ്ടായി. ആ പറഞ്ഞ സമയത്ത് നമുക്ക് നമ്മളെ ശമ്പളം കിട്ടും, എല്ലാ കാര്യങ്ങളും. ഇല്ല എന്നാണ് വെടിവെക്കൂല എന്നാണ് ഞങ്ങളുടെ ആശങ്ക മാറ്റാനേ അതിനെ വെടിവെച്ച് കൊല്ലണം, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം ഇത്ര വരെയും വരാതിരുന്ന ഒരു കടുവ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ആ പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്നെ ഒരു ചേച്ചിയെ അങ്ങനെ കൊന്നു തിന്നുകയും ചെയ്തു. പകുതി അത് പണിക്ക് വന്നതാണ്, അത് അത്ര ദൂരെ നിന്ന് പണിക്ക് വന്നതാണ് നേരം വെളുത്തപ്പോ അതിനങ്ങ് ഒന്ന് തിന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടായാലും അതിനെ പിടിച്ച് കൊല്ലണം, കൊല്ലാണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ ഒരൊറ്റ ഇതിലാണ് ഞങ്ങളാക്കുന്നത്. അതാണ് അതുകൊണ്ട് ഒരു തീരുമാനമാകുന്ന വരെ ഞങ്ങൾ ഇതേപോലെ തുടരും. കൊല്ലണം, കൊന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് അതിനെ വിടുവുള്ളൂ. അതാ ഞങ്ങളതല്ല വിടൂല. വനമേഖലയോട് ചേർന്ന് തൊട്ടടുത്ത അവര് കൊന്നതിന്റെ തൊട്ടടുത്ത ഞങ്ങളുടെ വീട് താഴെയുള്ളത്. രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, രാത്രി നേരെ പൊളിപ്പിച്ചതാ ഇരുന്നിട്ട്. അത് ഭർത്താവന്മാരൊന്നും ഞങ്ങൾക്കില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. 2-3 ആളൊക്കെ ഒരു വീട്ടിലുള്ളത്. ഇങ്ങനെ കാമ്പോ എങ്ങനെ ഉറങ്ങാനാ? ആ വീടിന്റെ ബേക്കിൽ അലക്കുമ്പോ വന്ന് പിടിച്ചാൽ ആരും അറിയില്ല, പിടിച്ചിട്ടങ്ങ് കൊണ്ടുപോകും. ഓടിക്കത്തേച്ച് പോണം അങ്ങ് മലയിൽ. അവിടുന്ന് ഓരല്ലേ ചപ്പും ഞങ്ങൾ നുള്ളിയെടുത്ത്. മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവർക്ക് ആളുകളുടെ ഒരു ന്യായമായ ആവശ്യമാണ്. തീർച്ചയായും ഈ നരഭോജിയായ കടുവയെ ഇങ്ങനെ ഇവിടെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടിടുകയല്ലേ, അതിനെ കൊന്നേ ഞങ്ങൾ ഇവിടുന്ന് എണീക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനെ നശിപ്പിക്കണം എന്തായാലും ശരി. ജനങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. ഈ കാട്ടിൽ ഇന്നലെ കാട്ടില് ഈ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ പടക്കമൊന്നും ഇതിനൊരു പ്രതിവിധിയല്ല. പടക്കം പൊട്ടിച്ചതിനെ കൊണ്ട് ഒരു പ്രതിവിധിയാവോ? ഒരിക്കലും. ഉള്ളിലോട്ട് കയറിപ്പോയാലും പിന്നെയും സാധ്യതയുണ്ട്. ഇവിടെ പാവപ്പെട്ട ജനങ്ങള് കഷ്ടപ്പെട്ട് പകലന്തിയോളം പണിയെടുത്ത് രാത്രി പോകുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാന്നാ പറയുന്നത്. കുരങ്ങ്, പന്നി, പിന്നെന്താ മാന്, മയില് ഒന്നുകൊണ്ടും വയനാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ ജീവിക്കും? മുന്നോട്ട് എങ്ങനെ പോകും? ഇതിനെന്തെങ്കിലും നിയമവും വകുപ്പൊക്കെ ഇല്ലേ? ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനം എടുത്തല്ലേ. എന്തുകൊണ്ട് വെടിവെക്കുന്നില്ല? വെടിവെച്ചാ പറ്റുള്ളൂ. വെടിവെക്കണമെന്ന ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്നും വെക്കുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ സമരം അവർ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ ക്യാമ്പിന്റെ മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ്. ഒപ്പം നമുക്ക് കാണാം ഈ വനിതകൾ ഇരിക്കുന്നതിന് തൊട്ട് പിന്നിലാണ് CCF അടക്കമുള്ള വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുള്ളത്. മറുവശത്ത് ഈ വനംവകുപ്പും പോലീസുകാരും ഒക്കെ കാവൽ നിൽക്കുന്ന ആ മുറിക്കുള്ളിലും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഇവിടെ തമ്പടിച്ചാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ, അതായത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവിറങ്ങിയെങ്കിൽ പോലും അതിന് ഒരു നടപടി വനംവകുപ്പിന്റെ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഒരു ഗസ്റ്റ് ഹൌസ് ആണ് ഇത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കുറച്ച് കണ്ടാൽ ഈ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്നും മുകളിലേക്ക് വരുന്ന വഴിയാണിത്. ഈ വഴി നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ വാഹനങ്ങളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഈ രാധയെ ഈ കടുവ കടിച്ച സ്ഥലം. മുൻമന്ത്രി PK ജയലക്ഷ്മി അടക്കമുള്ളവരുണ്ട്. ഈ ആളുകൾ കടുത്ത നിലപാടിലേക്ക് നിൽക്കുകയാണ്. ഈ വെടിവെക്കുന്ന തീരുമാനത്തിൽ നിന്നും വനംവകുപ്പ് പിന്നോട്ട് പോകുന്നു എന്നതാണോ നിങ്ങൾ അടക്കമുള്ളവരുടെ? അല്ല, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഒരു അതിദാരുണമായ ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. രാധ എന്നൊരു സഹോദരിയെ അവര് ജോലിക്ക്, ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പില് ജോലിക്ക് പോയ സമയത്താണ് കടുവ കടിച്ചു കൊന്നത്. ഇന്നലെ തന്നെ വനം വകുപ്പ് പറഞ്ഞു ഇതിന്റെ ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നെ നരഭോജി കടുവയെ എത്രയും പെട്ടെന്ന് വെടിവെച്ചു. ഈ സമയം ഇത്രയായിട്ടും ഇന്നലെ ഇതേ സമയത്ത് ഇതിനു മുമ്പ് സംഭവിച്ച ഈ സമയം ആയിട്ട് പോലും നരഭോജി കടുവയെ ലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെടിവെക്കാനുള്ള ഒരു ശ്രമവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് വനംവകുപ്പ് മന്ത്രി
പക്ഷെ അദ്ദേഹം ഈ വയനാട്ടിൽ ചാർജ് ഉണ്ടായിട്ട് പോലും ഈ സംഭവം ഉണ്ടായിട്ട് ഈ സ്ഥലത്തൊന്ന് എത്തി നോക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. പിന്നെ സബ് കളക്ടറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കാരണം ഇത് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കളക്ടറും ഈ സ്ഥലത്ത് ഇത്രയും ഇവിടുത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് ഈ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത്. അവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം നരഭോജി കടുവ ഇവിടെ കിടക്കില്ലേ, എപ്പോ എവിടെ എങ്ങനെ ആക്രമിക്കുമെന്നോ ഭയത്തിലാണ് ഇവിടുത്തെ ജനങ്ങള്. അതുകൊണ്ട് തന്നെയാണ് അവര് ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. അവരുടെ ഓരോ ജീവനും അതിന്റേതായ വിലയുണ്ട്. പക്ഷെ എന്താ പറയാ, വനംവകുപ്പ് ഇതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ ഇന്നലെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞു കാട്ടിൽ, ഈ പടക്കം പൊട്ടിക്കുമ്പോൾ ഒരുപക്ഷെ ഉള്ളിലേക്ക് വലിയാനല്ലേ സാധ്യത? അത് ഈ കടുവ മനുഷ്യ ശരീരം ഭക്ഷിച്ചു. അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കടുവ പിറ്റേ യാത്ര ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ മനുഷ്യർ കഴിച്ചതുകൊണ്ട് ഈ ഇവിടെയുള്ള തണുപ്പുള്ള ഏതോ പ്രദേശ കടുവ ഇപ്പം ഉണ്ട്. അത് ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ വെടിവെച്ച് അതിന് സർക്കാർ ഓർഡർ അംഗീകരിച്ച് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ പടക്കം പൊട്ടിച്ചത് തന്നെ ഇതിനെ ഇവിടുന്ന് ഓടിച്ചുവിടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇന്നലെ അത് പോകില്ല എന്ന് പറഞ്ഞാൽ പകുതി മാംസം ഇപ്പോഴും ബാക്കിയുണ്ട്. അതിന്റെ ദൃഷ്ടിയിൽ അത് കഴിക്കാൻ അത് വീണ്ടും വരും. അപ്പൊ അന്നേരം കൂട് വെച്ച് പിടിക്കാന്നാണ് ഇപ്പൊ ഇവിടെ വനം വകുപ്പ് വിചാരിക്കുന്നത്. പക്ഷെ മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു കടുവ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും മനുഷ്യനെ ഭക്ഷിക്കും. മറ്റുള്ള മനുഷ്യന്റെ പേരിലും അത് ആപത്തുണ്ടാക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് അതിന് വെടിവെച്ച് കൊല്ലണമെന്ന്. എല്ലാ കടുവകളും മനുഷ്യനെ ഭക്ഷിക്കുന്ന കടുവകളല്ല. ഈ കടുവ മനുഷ്യനെ ഭക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്താൽ ഇവിടെ കിട്ടും. ഇതിനെ പിടിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിട്ടാലും അവിടെയുള്ള ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ലത് ഗവൺമെന്റ് ഇട്ട ഓർഡർ വനം വകുപ്പ് നടപ്പിലാക്കണം. നടപ്പിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. ഒരു മനുഷ്യന് പോലും ഇവിടെ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഇവിടെ എല്ലാം കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ. ഈ എസ്റ്റേറ്റ് പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായ ഇന്ദിരാജി അടിമകളായി പട്ടികവർഗക്കാരെ ആദിവാസി വിഭാഗങ്ങളെ കുടിയിരുത്തി അവർക്ക് തൊഴിലും നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ എസ്റ്റേറ്റാണ്. 72ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ തേയിലത്തോട് ജോലി ചെയ്ത് അവർ നിൽക്കുന്നത്. ഈ തേയിലത്തോട് എവിടെയും ഇത് പതിയിരിക്കുന്ന പേടിയാണ്. ഇന്നാരും പണിക്ക് പോയിട്ടില്ല. ഇനി എന്ന് പണിക്ക് പോകുന്നതിനും പറയാൻ പറ്റില്ല. അതുപോലെ സമീപ പ്രദേശത്തൊക്കെ എല്ലാം പാവപ്പെട്ട ആളുകളാണ്. ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവർ കാപ്പിയും ഇതൊക്കെ ഓരോ കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ്. ആ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ വന്യമൃഗം ഇവിടെ കർണാടക വനവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു ഫെൻസിങ്ങോ ഇതിനൊരു സംരക്ഷണം നൽകുന്നതുകൊണ്ട് ഒരു കാര്യവും ഈ ഗവൺമെന്റ് ചെയ്യാത്തതാണ് ജനങ്ങൾ ഇതുപോലെ അലറി വരാൻ കാരണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തിരുന്നു. ഒരു കഴിഞ്ഞ ഗ്രാമസഭയിൽ പോലും ജനങ്ങൾ പറഞ്ഞ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഫെൻസിങ് വേണമെന്നുള്ളതാണ്, വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫെൻസിംഗ് അല്ല, ഒരു 20 മീറ്റർ സ്ഥലത്ത് കാട് വെട്ടി തെളിച്ചിടാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും കടുവയോ വന്യമൃഗങ്ങൾ കൂടെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇവിടെ സംഭവിച്ച പകലാണ്, രാത്രിയല്ല. അപ്പൊ ആളുകളെ സംബന്ധിച്ചോളം ഇപ്പൊ ആ കടുവയെ സംബന്ധിച്ച് ഈ ഫോറസ്റ്റിന്റെ അതിര് തെളിച്ചിടാത്തതുകൊണ്ട് അതിനിങ്ങോട്ട് കടന്നു വരികയാണ്. അതിര് തെളിച്ചിട്ടായിരുന്നെങ്കിൽ പോലും ഇന്നലത്തെ അപകടം ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് ഇവർ കണക്കൂട്ടുന്ന രാത്രി പടക്കം പിടിച്ച് ഓടിക്കാന്നുള്ളതായിരിക്കും. അത് ഈ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. അവരുടെ നടപടി സ്വീകരിക്കും. കാരണം മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുക്കണം. മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പരമപ്രധാനം. ടോം, ഇതാണ് അതായത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ നടത്തിയ പരിശോധനയിൽ ഈ ക്യാമറകൾ 36 ഇടത്ത് വനത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളിൽ ഈ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. അത് കേരളത്തിന്റെ വനമേഖലയിലുള്ള കടുവയാണോ അല്ലെങ്കിൽ ഇത് കർണാടകത്തിന്റെ വനമേഖലയിലുള്ള കടുവയാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അപഗ്രഥനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയിലും കാട്ടിൽ ഈ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് പുറത്തേക്ക് ഈ രാധയെ കൊന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ഇപ്പോഴും കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പടക്കം പൊട്ടിച്ചാൽ ഒരുപക്ഷെ ഉൾവരത്തിലേക്ക് കടുവ പോവുകയും പിന്നീട് ഈ പട്രോളിംഗും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ഒക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. വളരെ മനോഹരമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ. അനീഷ്, അതാണ് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഇന്നലെ വനമന്ത്രി പറഞ്ഞതാണല്ലോ. പിന്നീട് അതിനുള്ള നടപടികൾ എന്തുകൊണ്ടാണ് വനംവകുപ്പ് സ്വീകരിക്കാത്തത്?
നമുക്കത് കൃത്യമായി തന്നെ രാവിലെ ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ, അതായത് DFO തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തണ്ണീർക്കൊമ്പന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ വർഷം നടന്നിരുന്നു ദൌത്യം. അന്ന് തണ്ണീർക്കൊമ്പൻ ഈ മയക്കുവെടി വെച്ചപ്പോൾ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് DFO അടക്കമുള്ളവർ പ്രതികളായി ഇപ്പോൾ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കടുവ ഒരു സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. കോടിക്കണക്കിന് രൂപ ബജറ്റിൽ ഈ കടുവ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ കടുവയ്ക്ക് ഈ മയക്കുവെടി വെക്കുന്നതിനിടയിലോ മറ്റോ എന്തെങ്കിലും ജീവൻ നഷ്ടമായാൽ അതിന് ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു കാരണം തന്നെയാണ് വെടിവെക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് എന്ന് ജനങ്ങൾ പറയുന്നു. പരോക്ഷമായി തന്നെ ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാവിലെ നമ്മൾ സംസാരിച്ചപ്പോഴും വനംവകുപ്പ് നൽകുന്ന മുഖ്യ പരിഗണന ഈ കടുവയെ കൂട്ടിലാക്കി പിടികൂടുക എന്നതാണ്. വനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, വനത്തിനുള്ളിൽ കൂട് സ്ഥാപിച്ച് കൂടിനുള്ളിൽ ജീവനുള്ള ഒരു ആടിനെയൊക്കെ ഇട്ട് ആ കൂട്ടിലേക്ക് കടുവ ആകർഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. നേരത്തെ പുൽപ്പള്ളിയിൽ ഈ കടുവ ജനവാസ മേഖലകളിൽ ഇറങ്ങി ആടുകളെ കൂട്ടത്തോടെ ഓരോ ദിവസമായി ഓരോരോ ആടുകളെ കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്നും ഇതേ രീതിയിൽ തന്നെ വനംവകുപ്പിന്റെ പ്രതീക്ഷ ഈ മയക്കുവെടിക്കപ്പുറം അതിനെ ജീവനോടെ തന്നെ പിടികൂടുക എന്നതായിരുന്നു. പലവട്ടം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ദൌത്യ സംഘത്തിനും മുഖാമുഖം കടുവ വന്നെങ്കിലും അന്നും വെടിവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്രമീകരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കൂട്ടിലാക്കി ഈ കടുവയെ പിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു അന്നും പങ്കുവച്ചത്. എന്തായാലും അന്ന് ഭാഗ്യവശാൽ ആ കടുവയെ കൂട്ടിലാക്കാൻ പറ്റി. പക്ഷേ ഈ കടുവയുടെ അത്ര അപകടകാരിയായ നരഭോജിയായ കടുവയായിരുന്നില്ല, ആടിനെ മാത്രം തിന്നുന്ന ഒരു കടുവയായിരുന്നു. എന്തായാലും ആ മേഖലയിലെ ആശങ്ക ഒഴിവായി. അതിനുശേഷമാണ് ഇവിടേക്ക് നമുക്കൊപ്പം നാട്ടുകാർ തന്നെ ഉണ്ട്. വീട് ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ തൊട്ട് അവിടെ തന്നെയാണുള്ള വീട്. ഫോറസ്റ്റിന്റെ അരികിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ഒരു 5 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റുന്ന അവസ്ഥയാണുള്ളത്. ഇന്നലെ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുമില്ല. പിന്നെ ഭക്ഷണം മര്യാദ കഴിക്കാനും പറ്റില്ല. കാരണം പേടിയാണ്. ഇത്ര അടുത്തൊരു സംഭവം നടന്നേ. അവര് വന്നു. പിന്നെ വന്നപ്പം തന്നെ ഇതിനെ രണ്ടാൾ കണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ 2 പേടിയും പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച്. ഞാൻ പറഞ്ഞു പടക്കം അങ്ങനെ പൊട്ടിക്കണ്ട, ഇത് കേട്ടാൽ എന്തായാലും ഇത് ഓടൂല്ലേ. പിന്നെ ഇതിനെ ഓടി അങ്ങ് ഇതാക്കിട്ട് അപ്പം ഞങ്ങൾ വിചാരിക്കും അതവരെ കൊന്നു എന്നാണ് ഞങ്ങൾ കരുതുക. പക്ഷെ ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ കൊന്നേ പറ്റൂ. ഒന്നെങ്കിൽ ഇതിനെ ഇവിടുന്ന് പൂർണ്ണമായും മാറ്റണം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശങ്കയായിരിക്കും. ഞങ്ങൾ ഒരു ആശങ്കയായിരിക്കും. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ഇതും ഉണ്ടാവില്ല. ഞങ്ങൾ ഈ തൈലത്തോട്ടത്തിൽ ഇല നുള്ളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഇതിന്റെ ഞങ്ങൾ നുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വന്ന് ഞങ്ങളെ പിടിക്കുമെന്ന് ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ ഇതിന്റെ മേലെയായിരിക്കും ഞങ്ങൾക്ക് പണി. അതുകൊണ്ട് എന്തായാലും അതിനെ പിടിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ വേണം. നിങ്ങളെല്ലാവരും ഈ തോട്ടത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതെ അതെ, ഞാൻ പേസ്ട്രി പ്രൊമോട്ടറാണ്. ഇവിടെ എങ്ങനെയാണ് ഇതിന് മുമ്പ് കാര്യമായിട്ട് ശല്യം ഉണ്ടായിരുന്നു? അതെ, വന്യമൃഗ ശല്യമുള്ള ഏരിയ ആണ്. അതെ, പക്ഷെ ഇങ്ങനെ കടുവന്റെ ആക്രമണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ വീടുകളൊക്കെ ഈ വനത്തോട് ചേർന്ന് തന്നെ. അതെ 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 അതെ, ഇതിന്റെ ചുറ്റും ഫുള്ളും ഫോറസ്റ്റ് ഏരിയ ആണ്. അല്ല, നമ്മളിപ്പോ ഇവരിപ്പോ പണിക്ക് പോകുന്ന ഈ തേയിലത്തോട്ടല്ലേ, ഇതിന്റെ എൻഡ് ഫോറസ്റ്റിന്റെ സൈഡാണ്. അപ്പം ഇതിനെ പിടിക്കേണ്ട വേണമെന്നാണ്. പിടിച്ചില്ലെങ്കിൽ ഇതാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. കാരണം ഇതിനെ പിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വെടിവെച്ചോ പടക്കം പൊട്ടിച്ചോ ഒക്കെ കാട്ടിനുള്ളിലേക്ക് ഇതിനെ കടത്തിവിട്ടാൽ പിന്നീട് സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ടോം, വ്യക്തമാണ്. വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ നരഭോജി കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്.